ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന കെ സുധാകരൻ ഈ വിഷയം എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഇന്നേ വരെ ആരെങ്കിലും ചർച്ച ചെയ്തു? ചപ്പാത്തി തിന്നാൻ വരുന്നതും പലകയുടെ വലിപ്പം അന്വേഷിക്കേണ്ട കാര്യമില്ല. ശോഭാ സുരേന്ദ്രൻ, പ്രകാശ് ജാവദേക്കർ ചർച്ച നടത്തിയത് ആരാണ്? പ്രകാശ് ജാവദേക്കറും ഈ പറയുന്ന EP ജയരാജനും. ഇതിൽ ഇടനിലക്കാരനായിട്ട് നിന്നു എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ. ഈ വിഷയം പുറത്താദ്യം കൊണ്ടുവരുന്നത് ശോഭാ സുരേന്ദ്രൻ, പിന്നീട് അത് ഏറ്റെടുക്കുന്നത് ദല്ലാൽ. പക്ഷേ ഇത് ആധികാരികമായി പറയുന്നത് ഇതെങ്ങനെയാണ് ഇപ്പോൾ പ്രകാശ് ജാവദേക്കറും EP ജയരാജനും നന്ദകുമാറും ഉള്ള വിഷയത്തിൽ ഞാനിത് BJPയുടെ ഇൻസൈഡേഴ്സിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളല്ല ഇത് പുറത്തുവിട്ടിട്ടുള്ളത്, ഇത് നന്ദകുമാർ ആയിരിക്കും പുറത്തുവിട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴാണല്ലോ ഇതിൻ്റെ ട്രിഗർ ഉണ്ടായത്. ആ ട്രിഗർ അപ്പോൾ ശോഭാ സുരേന്ദ്രനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തു, 10 ലക്ഷത്തിൻ്റെ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അവർക്ക് സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ, സ്വാഭാവികമായ റൈറ്റ് ഉണ്ടല്ലോ. ആ റൈറ്റാണ് അവർ ഉപയോഗിച്ചത്. അതെങ്ങനെയാണ് പാർട്ടിക്ക് തടയാനാവുക എന്നുള്ളതാണ് BJPയുടെ വാദം. പക്ഷേ എന്തായാലും BJPയോട് സംസാരിച്ചവരും ഇനി സംസാരിക്കാൻ പോകുന്നവരും ചെവിയിൽ നല്ലോണം നുള്ളിക്കോളും. 9 പേരുണ്ട്. വരട്ടെ, അവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞതായിരിക്കും. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത? പിന്നെ രമേശ് ചെന്നിത്തലായിട്ടുള്ള 45%. പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ കണക്ക് മാനദണ്ഡം ഏത് മീറ്റർ വെച്ചാണ് ഇത് അളക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു മീറ്റർ കൂടി കൊണ്ടുപോയിട്ടായിരിക്കും ഈ ചർച്ച നടക്കുന്നത്, 40, 42, 43 എന്നൊക്കെ. അപ്പോൾ ഏത് നിലവാരത്തിലേക്കും പോകും, എന്തും ചെയ്യുമെന്നൊരു അവസ്ഥയാണ്. കഷ്ടമാണ് കേട്ടോ കാര്യങ്ങൾ.